ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കോടതിയെ സമീപിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ തുടർച്ചയായി സമൻസുകൾ അവഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇഡിയുടെ നടപടി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, 5 തവണ സമൻസുകൾ നൽകി, പക്ഷേ അതിനോട് മുഖം തിരിക്കുന്നു കെജ്രിവാൾ എന്നുള്ള വിമർശനവുമായി കോടതിയെ സമീപിക്കുന്നു അന്വേഷണ സംഘം. ഏത് തരത്തിലാണ് ഇഡിയുടെ നീക്കങ്ങൾ, അച്യുതൻ? റീജിത്ത്, മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇഡി 5 സമൻസുകളാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നൽകിയത്. പക്ഷേ ഈ 5 തവണയും പല ഔദ്യോഗിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സമൻസിനെ കേജ്രിവാൾ അവഗണിച്ചത്. ഈ 5ാമത് നൽകിയ സമൻസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച ദിവസമായിരുന്നു ആം ആദ്മിയുടെ നേതൃത്വത്തിൽ BJPക്കെതിരെ ഡൽഹിയിൽ സമരം ചെയ്തത്. അങ്ങനെ 5 സമൻസുകൾ അവഗണിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇഡി കോടതിയിലേക്ക് ഈ വിഷയം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അതായത് ഈ സമൻസുകളെ അവഗണിക്കുന്നതിനെതിരെയും കേസിന്റെ നടപടികളിൽ സഹകരിക്കാത്തതിനും ചൂണ്ടിക്കാട്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രത്യേക കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി കാത്തിരിക്കേണ്ടത് കോടതിയിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ഇടപെടലാകും ഉണ്ടാകുക എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുകയായിരിക്കും ചെയ്യുക. എന്തായാലും ആ കേസിൽ ഇപ്പോൾ ഇഡി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 5 തവണയാണ് നൽകിയിരിക്കുന്നത്. ഒക്ടോബറിലാണ് ആദ്യ സമൻസ് നൽകുന്നത്. അതിനുശേഷം തുടർച്ചയായ മാസങ്ങളിലെല്ലാം തന്നെ കേജ്രിവാളിന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച സമൻസ് നൽകിയിരുന്നു. ഈ മദ്യനയ അഴിമതി കേസിൽ CBIയുടെ ചോദ്യം ചെയ്യലിന് മാത്രമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നത്. എന്നാൽ ഇഡിയുടെ ഒരു അന്വേഷണത്തിൽ ഇതുവരെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സഹകരിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ പിടിമുറുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 5 തവണ സമൻസ് അയച്ചിട്ടും ആ സമൻസുകളോട് മുഖം തിരിക്കുന്നു, ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെജ്രിവാളിനെതിരെ കോടതിയെ സമീപിക്കുകയാണ് ഇഡി. കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് ശ്രദ്ധേയവുമാണ്.